വി എസ് ഒരു വലിയ താരമായത് എന്താ പറയുന്നൊരു 98-ൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നു. പിന്നീട് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പാർട്ടിക്കകത്തെ ചേരിതിരിവും അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2000-ന് ശേഷം ഒരു വലിയൊരു കലാപം CPM-നകത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വി എസ് രംഗപ്രവേശം ചെയ്തു വരുന്നു. അതിന് ശേഷം അതുവരെ വി എസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നിപ്പോൾ വി എസിന് പിന്നെ ചങ്കയ കരള എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ പോലും പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും ഓർമ്മയാണ്. വി എസിനെ എന്താ വിളിച്ചിരുന്നത്, വെട്ടി നിരത്തൽ വിദഗ്ധൻ, തയ്യക്കാരൻ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചിരുന്ന ഒരാളാണ്. ഏറ്റവും മോശപ്പെട്ട ആളാണ്. കാലത്തിനനുസരിച്ച് ചിന്തിക്കാത്ത ഒരാളാണ്, കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാത്ത ഒരാളാണ്, പിന്നെ ചെതലരിച്ച ചിന്തകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ നിന്ന് പെട്ടെന്നൊരു ഇതിലേക്ക് വി എസിൻ്റെ ഒരു സ്റ്റാച്യു അങ്ങ് വളർന്ന് മുകളിലേക്ക് പൊങ്ങി. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ വടിയായിട്ട് എല്ലാവരും വി എസ് അച്യുതാനന്ദനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. വി എസ് അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും ശേഷിയൊക്കെ ഉള്ള ഒരാളാണ് വി എസ്. പക്ഷേ വി എസിൻ്റെ സ്വഭാവം വെച്ച് ഒരു അറ്റത്തും തുടങ്ങിയ വി എസ് അങ്ങ് അറ്റം ഞെരിച്ച് അങ്ങറ്റത്തെത്തിയ വി എസ് നിർത്തുള്ളൂ. അതാണ് വി എസിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അങ്ങനെ ഒരു വി എസ് എന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ വിഭാഗീയതയുടെ ആണെങ്കിൽ പോലും വി എസ് പാർട്ടിക്കകത്തൊരു തിരുത്തൽ ശക്തിയായിരുന്നു. തെറ്റിനെ ഉറക്കെ വിളിച്ച് പറയുകയും അത് ആദ്യത്തെ ഒരു ഘട്ടം നല്ലൊരു 5-6 വർഷമൊക്കെ അതിനകത്ത് പുള്ളി പാർട്ടിക്ക് അകത്ത് നിന്നത് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ പുള്ളി പോരാട്ടം വെളിയിലേക്ക് കൊണ്ടുവന്ന് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയാണല്ലോ PB എന്നൊക്കെ വെളിയിൽ പോയത്, വി എസ് അച്യുതാനന്ദൻ വെളിയിൽ പോയത് അങ്ങനെയാണല്ലോ, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതാണല്ലോ. പക്ഷേ എന്നാലും അതൊന്നും വി എസിനെ അതൊന്നും ബാധിച്ചൊന്നുമില്ല, തീരെ ബാധിച്ചിട്ടില്ല. വി എസ് അതിനങ്ങനെ നടന്ന. അപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥി CPM-ൻ്റെ സ്ഥാനാർത്ഥിയും LDF-ൻ്റെ സ്ഥാനാർത്ഥികളുടെ എല്ലാം പ്രചരണങ്ങളിൽ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്ന ബോർഡെന്ന് പറയുന്നത് വി എസിൻ്റെ പടമായിരുന്നു. അപ്പം വി എസ് എന്താ പറയുന്ന വോട്ട് കിട്ടാനൊരു ഏറ്റവും ഒരു സ്വാധീന ശക്തിയുള്ളൊരു നേതാവായിരുന്നു എന്നല്ലേ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള വി എസ് ഇപ്പോൾ 2021 പുതിയ സർക്കാർ, പിണറായി വിജയൻ്റെ 2ാമത്തെ സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നെ അസുഖവും കാര്യങ്ങളും സ്ട്രോക്കൊക്കെ ആയി വി എസ് ഇപ്പം എന്താ പറയുക ആരോഗ്യപരമായി വെളിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ്. അപ്പോൾ ഇപ്പം ശരിക്ക് വി എസ് പഴയതുപോലെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. വേറൊരു നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആ നെയ്യാറ്റിൻകര ബൈ ഇലക്ഷൻ തന്നെ വി എസിൻ്റെ ഒറ്റ നടപടിയാണ്. അന്ന് കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരൻ്റെ വസതിയിൽ പോവുകയും TP ചന്ദ്രശേഖരൻ്റെ വിധവയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒറ്റ പടം ആ ഇലക്ഷനെ അങ്ങ് മാറ്റിമറിച്ചില്ലേ, ഇലക്ഷൻ ഫലത്തെ അങ്ങ് മാറ്റിമറിച്ചില്ലേ. അപ്പം വി എസ് എന്താണ് ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ല, വി എസിന് പോലും പറയാൻ പറ്റില്ല എന്താണ് ചെയ്യുന്നത്. പൊട്ടി പെട്ടെന്നൊരു ഈ ക്ഷിപ്ര ഗോപി എന്ന് പറയുന്ന പോലെയാണ്, പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയും അതിനകത്തേക്ക് ചാടി വീഴുകയും ചെയ്യും. അപ്പം ഇന്നിപ്പോൾ വി എസ് ഉണ്ടായിരുന്നാൽ പാർട്ടിക്ക് അകത്തായാലും ഇത് വിളിച്ചു പറയും. പക്ഷേ ഇപ്പോഴത്തെ CPM-ൻ്റെ എന്താ പറയുക സംഘടനാ രീതിയൊക്കെ അനുസരിച്ച് വി എസ് പറഞ്ഞാലും അതിനൊക്കെ എത്രത്തോളം അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക, അത് ആര് കേൾക്കുന്നു, ആര് പരിഗണിക്കുന്നു എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും വി എസ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിൽ പോലും പാർട്ടിക്ക് പുറത്ത് സാധാരണ ജനങ്ങൾക്കിടയിൽ വി എസ് ഒരു വലിയ എന്താ പറയുക കൊടുങ്കാറ്റ് തന്നെ അഴിച്ചു വിടുമായിരുന്നു. ഇതിൻ്റെ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സർക്കാരിനെതിരെ വന്നിരിക്കുന്ന വിഷയങ്ങൾ, അതിലെല്ലാം വളരെ സുവ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വി എസ് പാർട്ടിയുടെ ആരാണ് നേതാവാണ് അതൊന്നും നോക്കാതെ പുള്ളി അങ്ങ് പോരാടുന്ന ഒരാളാണ്. അപ്പോൾ വി എസിൻ്റെ അഭാവം സ്വാഭാവികമായി വളരെ ആ ഗ്യാപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.